ഞാൻ ഇനി അടുത്തൊരു കാര്യം ടി വിയുടെ കാര്യം പറഞ്ഞു വരാം ഗൈസ്. മെയിനായിട്ട് എല്ലാവർക്കും ഒരു ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരെയും കുറച്ച് അഫക്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ടി വിയിലെ പിള്ളേർക്ക് എല്ലാവർക്കും ഞാനില്ലാതെ അവർ ടി വിയെ കണ്ടിന്യൂ ചെയ്യത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എടാ ഞാനൊന്ന് മാറി നിന്നിട്ട് നിങ്ങൾ പയ്യെ ഇതാക്കാമെന്ന്. പക്ഷേ ടി വിയിലെ മെമ്പേഴ്സ് എല്ലാവരും ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ടും അവർ പറയുന്നത് ഞാനില്ലാതെ ഞങ്ങൾ കളിക്കത്തില്ല അണ്ണ, അണ്ണം വരാതെ ഞങ്ങൾ കളിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ടി വി എന്നൊരു ടാഗ് നിങ്ങളായിട്ട് തന്നതാണ്, അതുകൊണ്ട് ആ ഒരു ടാഗ് നിങ്ങളില്ലാതെ കളിക്കാൻ എന്തായാലും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ടി വിയിലെ എല്ലാവരും എന്നോട് പറഞ്ഞേക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ലിറ്ററലി എല്ലാവരും. ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നപ്പം ഞാൻ എല്ലായിടത്തും പറഞ്ഞതെന്ന് പറഞ്ഞാൽ എടാ നിങ്ങളൊരു കുറച്ചുകൾ കളിച്ചെല്ലാം സെറ്റാകണം, അപ്പോഴത്തേക്കിന് ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്ത് സെറ്റായി പയ്യെ വരാം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും അവരത് ഇതാക്കണില്ല. അവർക്ക് ഇത് ഞാൻ ഇല്ലാതെ കളിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കറൻ്റ്ലി ഇപ്പം എക്സ്പെക്റ്റഡ് ഞാനൊരു കാര്യം പറയാം അല്ലല്ല ഇത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ കറൻ്റ്ലി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മെൻ്റലി ഇതിനകത്തുനിന്ന് കുറച്ച് നല്ല രീതിയിലുള്ള ടോക്സിസിറ്റി പലയിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. ഇൻസൈഡ് ദ ഗെയിം, ഔട്ട്സൈഡ് ദ ഗെയിം, പല വീഡിയോസ് അത് ഇതിലല്ല. സോ ടി വിയെ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുവാണ്. എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ബാബു ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിരിക്കുന്നു. അവൻ്റെ ഫാമിലിയും കൊണ്ടൊരു ട്രിപ്പൊക്കെ പോയേക്കുക. സിംഗപ്പൂരോ മലേഷ്യ മലേഷ്യയാണോ അവിടെ എവിടെയോ പോയേക്കുന്നു. പിന്നെ എല്ലാവരും കുറച്ച് ഒരു ഇതാക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പ് വേണമെന്ന് എല്ലാവരും പറഞ്ഞു, ഒന്ന് ഇതായിട്ട് വരാൻ. അപ്പം തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഈ പറയണതുപോലെ ഒരു ഈ ഒരു മാസം കഴിയുന്നത് വരെ എല്ലാവർക്കും ഒരു ഗ്യാപ്പൊക്കെ ഇതാക്കിയിട്ട് അവർ ഒരുമിച്ച് തിരിച്ച് വരാം എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അതുവരെ കറൻ്റ്ലി സിറ്റിയിൽ അവർ സിറ്റിസൺ ആയിട്ട് കളിച്ചോളാം എന്നാണ് അവരുടെ ഡിസിഷൻ. അപ്പം എനിക്കും തോന്നി ശരിയാ, എല്ലാവർക്കും ഈ പറയണത് പോലെ ഒരു കുറേ നാളായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ അല്ലേ കേസ്, കുറേ ഇതായിട്ടുള്ളതല്ലേ. ചന്ദ്രൻ സിറ്റിയിൽ ഉണ്ടാവൂടാ. അവൻ ടി വി എന്നുള്ള രീതിയിൽ RP കളിക്കത്തില്ല, മനസ്സിലായോ? ടി വിയെ RP എന്നുള്ളൊരു സാധനം കളിക്കത്തില്ല. അവർ സിറ്റിസൺ ആയിട്ട് RP കളിക്കും. അപ്പം എല്ലാവർക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞ് സരക്കായാലും എല്ലായിടത്തും പറഞ്ഞു. അപ്പം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കയറുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കേസ്. ഇപ്പം ഞാൻ നിങ്ങളുടെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ഒക്കെ കളിക്കുന്ന ടീമുകളൊക്കെ ആണെങ്കിൽ പോലും കുറേ നാൾ ഈ ഗെയിമിൽ തന്നെ കുത്തിയിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ഗ്യാപ്പ് വേണം തോന്നാറില്ലേ? അപ്പോൾ എല്ലാവർക്കും ഒന്ന് മെൻ്റലി ഒന്ന് ഓക്കെ ആവാനുള്ളൊരു സമയം കൊടുക്കണം. ആൻഡ് ഈ ഒരു സ്ട്രീം തൊട്ടിട്ട് നമുക്കിനി ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം നിർത്തുകയാണ്. മെയിനായിട്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് നിർത്തുകയാണ്. ഇതിപ്പം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അത് റോങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യവും ബാക്കിയുള്ളവരുടെ സാധനങ്ങളും ദയവ് ചെയ്ത് നമ്മളോട് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ സാധനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ഡിസ്കോഡിലും കൊണ്ടിടാതിരിക്കുക. ഡിസ്കോഡിലും കൊണ്ടിടുന്നില്ല, അത് ഇനിയിപ്പം അതിനകത്തോട്ട് കാണിക്കുന്നതുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകാം എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഇത് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ എന്നെ റാഷ് ബ്രോ വിളിച്ചിരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിലുള്ള കാസ്ട്രോയെ വലിച്ചിടരുത് എന്ന് പറഞ്ഞിട്ട് റാഷ് ബ്രോ വിളിച്ചായിരുന്നു. ഇപ്പൊ കാസ്ട്രോ അതിൽ നിന്നെല്ലാം മാറിയിരിക്കുകയാണ്. കാരണം ഇതൊക്കെ കാരണം അവനും കുറെ കിട്ടുന്നുണ്ട്, മനസ്സിലായോ? കാസ്ട്രോയ്ക്കും ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത കാസ്ട്രോയ്ക്കൊക്കെ ഇതിനകത്ത് കുറെ ഇത് കിട്ടുന്നുണ്ട്. അപ്പം റാഷ് ബ്രോയ്ക്കും അത് നല്ല വിഷമമുണ്ട്. റാഷ് ബ്രോ എന്നെ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞ് എടാ അവൻ്റെ കാര്യം ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യരുത്, അവനെ ഇതാക്കണം, അവൻ്റെ കാര്യങ്ങളിലോട്ട് വെറുതെ ഇന്നത് കൊണ്ടുവരണ്ട. അവൻ അന്നത്തെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അവനും ഡോക്കിയൊക്കെ ഇതിൽ നിന്ന് മാറിയതാണ്. അപ്പം വെറുതെ അവരെ ഒന്നും ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കാസ്ട്രോ വരെ വലിച്ചിട്ട് അതുകൊണ്ട് ബ്രോ. അത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഗൈസ്. കാസ്ട്രോ ഉള്ള ഗ്യാങ്ങാണ് KVA. ഇപ്പം TVA എൻ്റെ ഗ്യാങ്. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ കാസ്ട്രോ എന്തെങ്കിലും
ഇതിപ്പോൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാസ്ട്രോയുടെ ചാനലിൽ ഇപ്പം കാസ്ട്രോ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. ഇവർ ഇത് കുത്തിപ്പൊക്കുന്നത് വേറൊരാളെ ഉപദ്രവിക്കാനായിരിക്കും. പക്ഷേ കാസ്ട്രോയെ ആയിരിക്കും തിരിച്ച് കൗണ്ടർ അടിക്കാൻ ടി വി എ ഫാൻസുകാർ ഉപയോഗിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നു അവിടെ. എനിക്ക് അതും ചെയ്യാനുള്ള താല്പര്യമില്ല. എനിക്ക് അതും ചെയ്യാനുള്ള താല്പര്യമില്ല. സത്യമായിട്ടും പറയാം. എന്തിനാണ് അന്നത്തെ ടി വി എസ് കെ വി സിറ്റുവേഷൻ്റെ റിവലറി ഒന്നും എനിക്ക് കാസ്ട്രോയോടൊന്നും ഇല്ല. അത് ഞാൻ ഇപ്പോഴും പറയുക. അതിനെന്തിനാ അവനെ ഉപദ്രവിക്കുന്നത്? അവൻ അവൻ്റെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ BGMA കളിക്കുന്നു, അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അവൻ അങ്ങനെ പോട്ടെ. എന്തിനാണ് അവനെ ട്രാക്ക് ചെയ്യണത് ഇതിനകത്തോട്ട്? ഒരാവശ്യമില്ല ഇതിനകത്ത്. അപ്പോൾ അത് നമുക്കും ഇതാക്കണ്ട. അവനെ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. കാസ്ട്രോ ഇന്നലെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്കി ഇന്നലെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യം നോക്കി മുമ്പോട്ട് പോകാം. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറയട്ടെ, അവരുടെയും ലൈവ് സ്ട്രീംസ് ഒക്കെ പോയി കാണും. അവരും എന്തൊക്കെ ചെയ്യുന്നേ, അവർക്ക് എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺട്രവേഴ്സി കൊണ്ടേ കാണുകയെന്നല്ല. അവരെന്ത് ഗെയിമാണ് കളിക്കണേ, അവരെന്താ കളിക്കണേ, അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. നമ്മളടുത്ത് ഒരു വട്ടം നമ്മുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ മറ്റേ അന്നം മുടക്കി അത് മുടക്കി എന്നൊക്കെ. അപ്പം അവർക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല നല്ല RPs ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാം. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട. എനിക്ക് വയ്യ. എനിക്ക് ഈ പറയണത് പോലെ ഓരോ ഇത് കേൾക്കാൻ വയ്യ. ഇപ്പം ഈ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം അറിഞ്ഞുകൊണ്ടാണേലും അല്ലെങ്കിലും ഈ 3 വർഷം 4 വർഷം മുമ്പുള്ള എൻ്റെ ലൈവ് ഒക്കെ കണ്ട് കുത്തിയിരുന്ന് എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ലൈക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറേ ആൾക്കാർ അവരുടെ ഭാഗത്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ച് നമ്മുടെ ഹേറ്റേഴ്സ് അടക്കം കുറേ പേര് കാണിക്കുന്നുണ്ട്. അപ്പം അതിന് ഈ പറയണത് പോലെ ഒരു എന്താ പറയുക, ഒരാളെ മനസ്സിലായില്ലേ, ഒരാളെ നമുക്ക് ഈ പറയണത് പോലെ ഉപദ്രവിക്കണം എന്ന ഇൻറ്റൻഷനലി ഇറങ്ങി തിരിച്ച് കുറച്ച് ആൾക്കാരും കൂടെ അവരുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ മനസ്സിലായോ, ഇവിടെ വന്ന് അണ്ണാന്നോ അവിടെ വന്നിട്ട് അണ്ണാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തു നിന്ന് കേൾക്കുന്നത് ഇവിടെ വന്ന് പറയുക, ഇവിടുന്ന് കേൾക്കുന്നത് അവിടെ വന്ന് പറയുക, അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. ഇന്നത്തോടെ ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യണം. ഇനി ഇതിൻ്റെ സംസാരം എന്ന് പറയുന്ന സാധനം നമ്മളുടെ ലൈവിലകത്ത് ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും ദിവസം എങ്ങനെയാണോ ലൈവ് ചെയ്തത് അതേപോലെ ഡിസ്കോഡ് RP ഈ പറയണത് പോലെ, അതിപ്പോൾ ഞാൻ സിറ്റിസൺ ആയിട്ടാണെങ്കിലും ഞാൻ കയറി കളിക്കും, RP ഞാൻ സിറ്റിസൺ ആയിട്ടാണെങ്കിലും കളിക്കും. നമുക്ക് ക്യാരക്ടർ ഒന്ന് മാത്രമല്ലല്ലോ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തൽക്കാലം കളിക്കാൻ വേറൊരു ക്യാരക്ടർ ഉണ്ട് മോനെ, മനസ്സിലായോ? നമ്മളിതൊക്കെ മുമ്പേ കാണുമല്ലോ. നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമല്ല, നമുക്ക് ക്യാരക്ടർ പലതുണ്ടേ. നമുക്കൊരു 3 1 2 3 പലവട്ടാസും വലതാ വിമലൻ ഏതൊക്കെ ക്യാരക്ടർ കിടക്കണേ. പിന്നല്ല, ഓ ചാറ്റ് കത്തി വിമലൻ. അയ്യോ എൻ്റെ അമ്മോ, വളരെ ചുരുക്കം RP ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇജാതി ഫാൻ ബേസ് ഉള്ള വേറൊരു ക്യാരക്ടർ ഉണ്ടാവില്ല വിമലനെ പോലെ. എൻ്റെ ആളിയ വിമല വെലാട്ടസ് മൂലത ഇതൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് സീനൊന്നുമില്ല. ഞാൻ RP അപ്പം ഇന്നത്തോടെ നമ്മൾ ഈ ഒരു സംസാരം ഇതാക്കണം നിർത്തുവാണ്. ഞാനിപ്പോൾ സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ ഇട്ടിച്ചൻ്റെ മറ്റേ ഇതൊക്കെയാണ് കാണണേ, എന്താ നമ്മുടെ RDR അതൊക്കെ ലൈവൊക്കെ കണ്ട് ഞാൻ ഇപ്പോൾ എൻജോയ് ചെയ്തിരിക്കുക. എനിക്ക് ഇനി വയ്യ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തർക്കിക്കാൻ വയ്യ. പ്രൂവ് ചെയ്യാൻ പഴയ കാര്യങ്ങളൊന്നും പ്രൂവ് ചെയ്യാനൊന്നും ഇത് വയ്യ. ഇനി മുമ്പോട്ടുള്ള കാര്യം നോക്കാം എന്നുള്ളൊരു രീതിയാണ് ഇന്ന് തൊട്ട്. ഇനി ഇങ്ങനത്തെ ഈ ഒരു സംസാരം നമ്മുടെ ലൈവിൽ ഉണ്ടാകത്തില്ല, ഫസ്റ്റ് കാര്യം. ആൻഡ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇന്ന് എന്നോട് ചോദിക്കണം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. എന്തിനേലും ഒക്കെ പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഇതുകൂടെ ക്ലിയർ ആക്കിയിട്ട് നമ്മളങ്ങ് തുടങ്ങുക. ഇന്ന് തൊട്ട് നമ്മളങ്ങ് തുടങ്ങുക. ആൻഡ് ഇപ്പം വന്നോ? ഓഫ്